ഒരു കായികതാരം എന്ന നിലയിൽ എല്ലാ ഇന്ത്യക്കാരും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പുകയില ആരോഗ്യത്തിന് ദോഷകരമാണ്. പുകയിലയുടെ ഏത് തരത്തിലുള്ള ഉപയോഗവും അപകടകരവും മാരകവുമാണ്. ആരോഗ്യമുള്ള ജീവിതം വേണമെങ്കിൽ പുകയില ഒഴിവാക്കൂ. ഞാൻ പുകയില ഉപയോഗിക്കുന്നില്ല, നിങ്ങളും ഉപയോഗിക്കാതിരിക്കൂ. പുകയിലേക്കെതിരെ നമുക്കൊരു വൻമതിൽ പണിയാം. നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയിലെ അകറ്റി നിർത്തൂ, റൺഔട്ട് ആകാതിരിക്കൂ. ഇത് കേരളത്തിലെ മനോഹരമായ ഒരു കായലോര ഗ്രാമം. ഇവിടെയാണ് നമ്മുടെ ഈ കൊച്ചു കഥ നടക്കുന്നത്. ഈ ഗ്രാമത്തിലാണ് കഥയിലെ മുഖ്യ കഥാപാത്രങ്ങളായ മണിയൻ്റെയും മഞ്ജുവിൻ്റെയും വീട്. ഇനി ഈ മണിയനും മഞ്ജുവും ആരാണെന്നറിയണ്ടേ? ഈ കഥയിലെ
കഥാനായകൻ മണിയൻ, കഥാനായിക മഞ്ജു. അച്ഛനും അമ്മയും നേരത്തെ മരിച്ചുപോയ ഇവർക്ക് സ്വന്തമെന്ന് പറയാൻ ആകെ ഉള്ളത് ഒരു വല്യച്ഛൻ മാത്രം. കുട്ടികളെക്കുറിച്ചോ അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ യാതൊരു ബോധവുമില്ലാതെ കിട്ടുന്ന പൈസയ്ക്ക് മുഴുവൻ കള്ളു കുടിച്ച് തീർക്കുന്ന ഈ വല്യച്ഛനെ ഇവർക്ക് ഭയങ്കര പേടിയാണെങ്കിലും ആകെയുള്ള ഒരു ആശ്രയം ഈ വല്യച്ഛൻ മാത്രമാണ്. ഇവിടെ മഞ്ജുവിനും മണിയനും ഒരേ ഒരു കൂട്ടുകാരിയേ ഉള്ളൂ. അവളാണ് ആതിര. ഇനി മറ്റ് 2 പേർ കൂടിയുണ്ട് ഈ കഥയിൽ. ഒരു ചേട്ടനും ചേച്ചിയും, കിരണും ലിൻസിയും. ഈ കുട്ടികളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് ഒരുപക്ഷെ ഇവർ 2 പേരുമായിരിക്കും. അങ്ങനെ ഒരുപാട് കുഞ്ഞു കാര്യങ്ങൾ നിറഞ്ഞ ഈ കുഞ്ഞു കഥ നമുക്ക് ഒരുമിച്ചൊന്ന് കണ്ടാലോ? ഇല്ല മാറണേ, നീ വാടാ. ആതിര, ലഞ്ച് ബോക്സ് എടുക്കാതെയാണോ പോകുന്നത്? അങ്ങോട്ട് മാറടാ, നീ പോടി. ഓഷേ, ഒരു കുപ്പി കള്ളെടുത്തേ. ഒരു കുപ്പി മതിയോ? ഓ, ഗ്ലാസ് ഒന്നും വേണ്ട, കൊണ്ടുവയ്ക്കും. അതിരെ സ്കൂളിൽ പോയോ ആവോ? നമുക്ക് വേഗം പോവാ, അവളവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ ഇന്ന് വൈകി, എനിക്ക് സ്കൂൾ ഉച്ചവരേ ഉള്ളൂ. ആണോ? എങ്കിൽ നമുക്ക് ബീച്ചിൽ പോയാലോ? എങ്ങനെ? ജങ്കാറിൽ കയറി ഇറങ്ങി അപ്പുറം കുറച്ച് നടന്നാ മതിയെന്ന് ഒരു ചേട്ടൻ പറ കേട്ടിട്ടുണ്ട്. എങ്കിൽ ഓക്കെ. ഓക്കെ ടാറ്റ, ഞാൻ ലേറ്റായി. കണക്കിനെഴുതിക്കേട്ടാ. ഓ, ഇതാണല്ലോ പതിവ്.
എന്തിനാണ് ഇവിടെ നിൽക്കണത്? നിന്റെ അമ്മയെ പോലെ പാമ്പ് കടിച്ചാവാതെ വീട്ടിൽ പോടാ. വാ വാ പോവാം. പതുക്കെ. ഹലോ ലിൻസി. എടാ എന്താ നീ ഫോൺ എടുക്കാത്തെ? എത്ര നേരമായി നിന്നെ ഇങ്ങനെ വിളിക്കുന്നു. ലിൻസി, ഞാൻ ബൈക്ക് ഓടിക്കുമായിരുന്നു, അതാ ഫോൺ എടുക്കാൻ. ഇത് നിനക്ക് ലാസ്റ്റ് വാർണിംഗ് ആണ്. എല്ലാ പ്രാവശ്യം വിളിക്കുമ്പോൾ ബൈക്ക് ഓടിക്കുന്ന മീറ്റിംഗ്സ് വെറുതെ ഓരോ റീസൺസ് പറഞ്ഞ് എന്നെ ഒഴിവാക്കുന്നു. ഞാൻ ബൈക്ക് ഓടിക്കുമായിരുന്നു, ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നീ ഏതാടാ തോലി? നീ ആരടാ? നീ പോടാ. നിന്നെ ഞാൻ നീ ആരോടെ ഈ ദേഷ്യപ്പെടുന്നേ? നീ പോടാ. നമുക്ക് വെള്ളിച്ചൻ തൊഴാറുള്ള വഞ്ചി എടുത്ത് തുഴഞ്ഞാലോ? അയ്യോ വേണ്ട, വെള്ളിച്ചൻ വീട്ടിൽ പോവാൻ പറഞ്ഞതല്ലേ. അവിടെയല്ലേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 2 പേര് മുങ്ങി മരിച്ചത്. ഞാൻ പോകുക. അതൊന്നും സാരമില്ല, നീ പോവല്ലേ. വെള്ളിച്ചൻ എവിടെയോ പോയതാ. പെട്ടെന്ന് തിരിച്ചു വന്നാലോ? ആരെങ്കിലും വെള്ളിച്ചൻ അറിയിച്ചാലോ? നമ്മളെ തല്ലിക്കൊല്ലും. അതൊന്നും അറിയില്ല വെള്ളച്ചൻ, നീ വേഗം നടന്നേ. രാഘവൻ ചേട്ടാ, നിങ്ങളുടെ മക്കള് 5 ആള് താഴ്ചയുള്ള പുഴയിൽ വഞ്ചി തൊഴിയുന്നു. 2 പേര് വീണ് മരിച്ച സ്ഥലോ. പുഴയിൽ വീണ് ചാവണ്ടെങ്കിൽ വേഗം ചെല്ലി. രണ്ടാള് മുങ്ങി മരിച്ച പുള്ളിയിലാണോ നിന്റെ അഭ്യാസം? ഇങ്ങോട്ട് വാടാ. നിങ്ങൾ ചാവണ്ടിക്ക് മര്യാദയ്ക്ക് വഞ്ചി കളിക്കാണ്ടിരിക്കടാ. നിന്നെയൊക്കെ ഞാൻ ഇന്ന് ഒന്നര കാര്യവഴി ചെയ്ത പണി കേട്ടില്ലേ? ഓട് മഞ്ജു.
അവിടെ നിൽക്കണം, അവിടെ നിൽക്കണം. ഇനി പോയി കളിക്കാൻ പോടാ. ഇനി കളിക്കാൻ പോവാ. കളിക്കാൻ പോകുന്നു. നീ എങ്ങനെയാ വഞ്ചിയിൽ കയറിയത്? എങ്ങനെയാ കയറിയത്? നിനക്കെവിടെ അടി കിട്ടിയ? ഇവിടെ. നിനക്കോ? എനിക്കും കുറെ കിട്ടി. ഞാൻ ആദ്യം പറഞ്ഞില്ലേ വെളിച്ചന്റെ വഞ്ചിയെടുത്ത് തൊഴേണ്ടാന്ന്. ആ ശരിയാ. ആദര വരുന്നുണ്ടല്ലോ. ആ എന്നാൽ അവളോട് ഒളിച്ചു വെച്ച് ചോറ്റും പാത്രം പോയെടുക്ക്. എന്താ വിഷമിച്ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. വെള്ളച്ചന്റെ കണ്ണ് ഒരുപാട് അടി കിട്ടി. വെള്ളച്ചന്റെ വഞ്ചി തുഴഞ്ഞേനു. ആണോ മണിയാ? അയ്യോ വിഷമിക്കണ്ട. നമ്മൾ ബീച്ചിൽ പോവല്ലേ? അടിച്ചു പൊളിക്കാം. ഞാൻ വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് മാറ്റിട്ട് വരാം. വേഗം വാ വാ. ഞാൻ അമ്മൂമ്മന്റെ വീട്ടിൽ പോവാന്ന് കള്ളം പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഓ അങ്ങനെയാണോ? എന്നാ വേഗം നടന്നോ. ജങ്കാറെത്തിയിട്ടുണ്ട്. വേഗം വാ. ഹായ് എന്ത് രസല്ലേ? ഇതില് വലിയ മീനൊക്കെ ഉണ്ടാവില്ലേ? ആ ഉണ്ട്. ഇല്ലല്ലോ. അത് നോക്ക്. അത് ബോട്ടാ. വീട്ടിൽ പോകുന്ന വഴി ഞണ്ടിനെ കണ്ടിട്ട് പോവാ. വെള്ളി ഞണ്ടാന്നാ കേട്ടിട്ടില്ലേ? ഓടിച്ചിട്ട് കടിക്കില്ലേ? നീ പേടിക്കണ്ട, ഞാനുണ്ടല്ലോ കൂടെ. അമ്മൂമ്മന്റെ കയ്യിൽ ഫോണില്ല, അതാ പ്രശ്നം. ആണോ? എന്നാ പേടിക്കണ്ട. ലേറ്റ് ആയ അമ്മ അമ്മൂമ്മന്റെ വീട്ടിൽ തിരക്കി പോകും, അതാ പേടി. നമ്മൾ പെട്ടെന്ന് വീട്ടിൽ പോവല്ലോ, പിന്നെന്തിനാ പേടിക്കുന്നേ? സൂക്ഷിച്ചു നടക്ക്. ഞാൻ വേഗം വീട്ടിൽ പോകും. എനിക്കൊന്നും ഞണ്ടിനെ കണ്ണണ്ട, ഞണ്ട് കടിക്കും. ഇവിടെ പാമ്പുണ്ടാവോ? ഇവിടെ പാമ്പൊന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ ഞാൻ തല്ലിക്കൊല്ലും. മണിയും കള്ളം പറയാ. പാമ്പനെ കണ്ടാ തന്നെ അവൻ ഓടിക്കളയും. നീ പോടി. ഹായ് എന്ത് രസാ. അയ്യോ എന്റെ ഡ്രസ് നനഞ്ഞല്ലോ, ഇനി എന്ത് ചെയ്യും? അതൊന്നും സാരമില്ല, അതൊക്കെ കാറ്റുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങും. ഡാ നിന്റെ കാലിന്റെ പാട് മുഴുവൻ നനഞ്ഞല്ലോ. ഡോക്ടർ പറഞ്ഞല്ലേ അത് നനയ്ക്കരുതെന്ന്? ഡോക്ടർ നിനക്ക് ഫ്രീ തന്നല്ലേ? അതെ. ഹായ് സൂര്യൻ, അത് ഇപ്പൊ കടലിലേക്ക്
എന്ത് ഭംഗിയാ സൂര്യൻ. മണിയാ. എടാ മണിയത് കടിക്കും. എന്താ രണ്ടേ പല്ലേപ്പം കൊള്ളിയൊന്നും ഇല്ലേ? ടാറ്റാ. ബൈ. പോട്ടെ. ഇന്നലെ ബീച്ചിൽ പോയത് അടിപൊളിയായിരുന്നു അല്ലേ? അതെ. നീ ഞണ്ടിനെ കണ്ട് പേടിച്ചോ? ഏയ് ഇല്ല. നീയോ? ഏയ് ഞാൻ പേടിച്ചൊന്നുമില്ല. എന്നിട്ട് നീയാണല്ലോ മുമ്പേ ഓടിയേ. ഹായ് പൈസ. ഈ പൈസ ഞാൻ ആർക്കും കൊടുക്കില്ല. ഞാൻ എന്നും ഐസ്ക്രീം വാങ്ങിച്ചു കഴിക്കും. അതെ, വഴി വീണതൊന്നും എടുക്കാൻ പാടില്ല എന്ന് അമ്മ പഠിപ്പിച്ചത് ഓർമ്മയില്ലേ? അപ്പൊ ഈ പൈസ വേണ്ട മണിയ, നമുക്ക് ഈ പൈസ വഞ്ചിയിലിടാം. വാ മണിയ. എല്ലാരും സ്കൂളിൽ പോകുന്നുണ്ടല്ലോ. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കും ഇതുപോലെ ബാഗും തൂക്കി സ്കൂളിൽ പോയായിരുന്നു അല്ലേ? ശരിയാ. ദൈവം തന്ന കാശ് ദൈവത്തിന്. എനിക്കും കൂടി ഒരു കൊടി തരുമോ? ഇല്ല. ഇന്നാ. ഹായ്. നീ എന്ത് കളിയാ കളിക്കുന്ന മണിയ? ഒന്നുമില്ല, നീ അവിടെ നിക്ക്. ജനഗണമന. നിനക്കറിയോ ബാക്കി? ഇല്ല. ജനഗണമന.
വിഷമിക്കണ്ട മണിയ, ഞാൻ പാടിത്തരാം നിനക്ക്. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलति तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. അയ്യോ, ടിഫിൻ ബോക്സ് തരാൻ മറന്നല്ലോ. എനിക്കൊരു വെള്ള പേപ്പർ തരുമോ? തരാലോ. ടാറ്റാ ടാറ്റാ. മണിയാ, എന്താ വിളിച്ച? ഒരു 4 സിഗരറ്റ് വാങ്ങിട്ടോ. ഡേ, നീ പോകണ്ട.
ഇവരിത് എവിടെ പോയി കിടക്കുന്നു? എവിടെയായിരുന്നു ഇത്ര നേരം? സിഗരറ്റ് എവിടെയാടാ? സിഗരറ്റ് ഒരു പ്രാന്തൻ തട്ടിപ്പറിച്ചു. പ്രാന്തൻ തട്ടിപ്പറിച്ചെന്നോ? കള്ളം പറയുന്നോടാ, പറയടാ. നീ മുട്ടായി വാശി തന്നിട്ടുണ്ടാവും. നിന്നെ ഞാനിന്ന് വല്യച്ഛാ, എടി ഐസ് വരുന്നുണ്ട്. ഹലോ, ഡാ നീ എവിടെയാ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വീട്ടിൽ പോവാം. നിന്നെ ഒന്ന് കാണാൻ എത്ര ദിവസമായി ഞാൻ ആഗ്രഹിക്കുന്നു. പറയുന്ന കേൾക്കുന്നുണ്ടോ? ആ പറടാ, ഞാൻ കേൾക്കുന്നുണ്ട്. എന്താ എന്നോട് ഒരു സ്നേഹവും ഇല്ലാത്ത? ഹലോ, ഐസ് 5ന്റെ വേണോ 10ന്റെ വേണോ? നമ്മുടെ കയ്യിലിപ്പോ കാശില്ല. നാളെ വെല്ലച്ചന്റെ അടുത്തുനിന്ന് മേടിച്ചു തരാം. എന്നാ ഒരു കാര്യം ചെയ്യ്, വല്യച്ഛൻ കാശ് തന്നിട്ട് ഐസ് തരാം, മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. നീ കേൾക്കുന്നുണ്ടോ? ആ നിനക്ക് ഒരു സ്നേഹവും ഇല്ല. ഫോൺ വിളിച്ചാലും മിണ്ടാതിരിക്കും. ഞാൻ പറയുന്നൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. എന്താടാ നീ ഇങ്ങനെ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, നീ പറ. എന്താ നിങ്ങൾ എന്റെ വീട്ടിൽ വരാത്ത? എത്ര ദിവസം ഞാൻ പറയുന്നു. ശരി, ഇപ്പൊ വരാലോ. മഞ്ജു, ആദരയുടെ ഒളിച്ചു വെച്ച ചോദ്യം പാത്രം പോയെടുക്ക്. വീട്ടിൽ ആരുമില്ല. അമ്മ ഓഫീസിൽ പോയിരിക്കാം. ആണോ? എങ്കിൽ ഞങ്ങളും പോവാ. എന്താ അവിടെ നിൽക്കുന്നേ? അകത്തേക്ക് വാ. എന്ത് ഭംഗിയാ ആതിരയുടെ വീട്. മണിയാ, അടി കിട്ടു. വാ. Dum dum tap tap, dum dum tap tap, dum tap dum tap, dum dum tap tap. Who was the king of the China? എന്താ? Aina Maina, king of the China. Dishum, 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 dishum. ഈ മണീന്റെ ഒരു കാര്യം ഇവനൊന്നും അറിഞ്ഞൂടാ. ആതിരെ, പല തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ തെണ്ടി പിള്ളേരുമായിട്ട് കൂട്ടുകൂടരുതെന്ന്. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? കുളിക്കൂല, നനയ്ക്കൂല, പല്ലും തേക്കില്ല. ചി കോലങ്ങള്. കടക്ക് പുറത്ത്.
ആതിരെ അവളുടെ അമ്മ ഒരുപാട് അടിച്ചിട്ടുണ്ടാവും. അവളുടെ വീട്ടിൽ നമുക്ക് പോവണ്ടായിരുന്നു. പാവം ആതിര. കുപ്പി പാട്ട പേപ്പർ കൊടുക്കണ്ടോ? കുപ്പി പാട്ട പേപ്പർ. ആ ഉണ്ട്. എവിടുന്നാണോ പൈസ? എന്റെ കീശിന്ന് മോഷ്ടിക്കാൻ തുടങ്ങിയല്ലേ? ഇല്ലേ? ഞങ്ങൾക്ക് ഇത് പാട്ട വിറ്റിട്ട് പാട്ട വിറ്റ് കിട്ടിയത്. പാട്ട വിറ്റ് കിട്ടി പോലും. അടാ എന്താടാ ഇനിമേൽ കെട്ടാലുണ്ടല്ലോ രണ്ടിനെയും. എന്താടാ മണി അത്? ഒന്നുമില്ല. എനിക്കും കാണിച്ചു തരില്ലേ? ഇല്ല. അയ്യോ, ഇതെന്തിനാ എടുത്തേ? അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു. കെട്ടിപ്പിടിച്ചുറങ്ങായിരുന്നു. കഥകൾ പറഞ്ഞു തന്നേനെ. വയറ് നിറയെ കഴിക്കായിരുന്നു. ആതിരയ്ക്ക് അച്ഛനും അമ്മയുണ്ടല്ലോ. വിളിച്ച കഞ്ഞി. മണിയനെവിടെ? പുറത്ത് കളിക്കുവോ? നിങ്ങൾ കഴിച്ചോ? കഴിച്ചു. നല്ല ചൂടുണ്ടല്ലോ.
ഇന്ന് നാട്ടടവ് നോക്കാം. തെയ് യും ത ത തെയ് യും ത ഹ തെയ്. ആ ഷോൾ അങ്ങോട്ട് മാറ്റി വെക്കാൻ പറഞ്ഞല്ലേ? തെയ് യും ത ത തെയ് യും ത ഹ തെയ് യും ത ത തെയ് യും ത ഹ തെയ്. എന്താ അവിടെ? എത്ര തവണ പറയണം? ഇനി ഇത് ആവർത്തിച്ചാൽ പുറത്താക്കും. മര്യാദയ്ക്ക് കളിച്ചൂടെ? ക്ലാസ്സിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുക. തെയ് യും ത. എന്താ അവിടെ? ആരാ? എന്താ അവിടെ? ഒന്നുമില്ല. എന്നിവിടെ കാണുന്നുണ്ടല്ലോ. തെയ്യും തത്ത തെയ്യും താഹ തെയ്യും തത്ത. ദാ മണിയോ, നിന്നെ ഞാനിന്ന് നിക്കണവിടെ. നീ പോടി. ദാ നിക്കട. നിന്നോട് പറഞ്ഞോട് നിക്കല്ലേ? നിക്കാനവിടെ. ദാ നിക്കാൻ. പോടി. ഒരു കാലന്ന്. ആ എങ്ങനെ പോകുന്നു? എന്നെ കൊണ്ട് വല്ല ശല്യല്ലോ. ഇതൊന്നും ചോദിക്കാൻ പറഞ്ഞ ആളില്ലടാ. മാറടി. എടാ മണിയാ, ഐസ് എങ്ങനെയുണ്ട്? എനിക്കും കൂടി താട കുറച്ച്. എന്തുവാ കിരണത്? എത്ര സമയമായി ഞാനിവിടെ കാത്തു നിൽക്കുന്നു. ഇവരേതാ? ഞാൻ നിന്നോട് പറയാറില്ലേ എപ്പോഴും റോഡിൽ കാണുന്ന പിള്ളേര് അവിടെ ഇവിടെ എല്ലായിടത്തും കറങ്ങി നടക്കുക. നമുക്ക് വേണ്ടി ചെലവഴിക്കാൻ സമയമില്ല. സോറി ഞാൻ പറഞ്ഞ നീ വിട്ടേ, ഞാൻ പോവാ. വിട്. ഞാൻ പറഞ്ഞ കേക്ക്. ഞാൻ ഷർട്ടൊക്കെ നോക്കി നീ അയക്കായിട്ട്. ഇതെങ്ങനെ സംഭവിച്ചത്? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ആക്സിഡന്റ് ആയത് അവിടുന്ന്. വാ മണിയാ. കൊറേ ഐസ്ക്രീം എല്ലാം കഴിച്ചല്ലോ നീ. ചേച്ചി എങ്ങനെയുണ്ട് കാണാൻ? കൊള്ളാലോ. ഇഷ്ടപ്പെട്ടോ? മഞ്ചൊന്നും പറഞ്ഞില്ല. നോക്കട്ടാ, നോക്കി പിടിച്ചോ. ഒന്ന് വേഗം നോക്കടാ.
ഹലോ ഹലോ പറയടാ. ഒന്നുമില്ല. ഹലോ ഡാ കിരൺ, നീ ആ കുട്ടികളെ വേഗം ഏതെങ്കിലും ഷോപ്പിലൊന്ന് കൊണ്ടുപോയിട്ട് ഡ്രസ്സ് മേടിച്ചു കൊടുത്ത് നീ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് അവരെ ഒന്ന് കൊണ്ടുപോവാ. ആ ഓക്കെ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഞാൻ ലൊക്കേഷൻ ഇപ്പൊ തന്നെ വാട്സാപ്പ് ചെയ്യാം. ആ ഓക്കെ. ഞാൻ ലേറ്റ് ആയില്ലല്ലോ മോളെ. മോൾ പറഞ്ഞ കുട്ടികളാണോ ഇവരൊക്കെ? മഞ്ജുവും മണിയനും? അതെ അങ്കിൾ. ഇതാണോ മിസ്റ്റർ കിരൺ? കാര്യങ്ങൾ ലിൻസി എന്നോട് എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലും ഇതുപോലെ ആയിരക്കണക്കിന് കുട്ടികൾ ആഹാരവും വസ്ത്രവും വിദ്യാഭ്യാസവും ഇല്ലാതെ വലയുകയാണ്. എത്രയോ ദുഃഖകരമാണ്. ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകാൻ ഇപ്പോഴത്തെ തലമുറ മുന്നോട്ട് വരണം. അതുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തിൽ പുതുതലമുറയ്ക്ക് പ്രഥമ സ്ഥാനമുണ്ട്. നല്ല തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് യുവത്വത്തിൻ്റെ ചുമതല. വളർന്നു വരുന്ന ഓരോ തലമുറയ്ക്കും ആവശ്യമായ മറ്റു ഘടകങ്ങൾ ഒരുക്കുക എന്നതാണ് മറ്റുള്ളവരുടെയും ഞങ്ങളുടെയും ചുമതല. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടണമെങ്കിൽ നിങ്ങളെപ്പോലുള്ള യുവതലമുറ തികഞ്ഞ ബോധത്തോടെ മുന്നോട്ട് വന്നാൽ മാത്രമേ സമ്പൂർണ്ണ സാക്ഷരത നേടാനാവൂ. ലിൻസിയും കിരണും സമൂഹത്തിന് മാതൃകയാണ്, യാതൊരു സംശയവുമില്ല. ഈ കുട്ടികളുടെ കാര്യം എൻ്റെ PAയോട് വളരെ വ്യക്തമായി ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. മഞ്ജുവിന് ഡാൻസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണിയന് ചിത്രരചനയാണ്, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് ചെയ്തു തരുന്നതാണ്. അതിനുള്ള നടപടികൾ അതിവേഗമുണ്ടാവും. ധൈര്യമായിട്ടിരിക്കാം. സാറേ, ഈ മണീന്റെ കയ്യിലൊരു രഹസ്യ പേപ്പർ ഉണ്ട്. മണീനത് ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. ആഹാ, അങ്ങനെ ഉണ്ടോ മണിയാ? ഇങ്ങോട്ട് വന്നേ, ആ പേപ്പർ ഒന്ന് കാണിച്ചേ. ഞാൻ ആ പേപ്പർ ഒന്ന് കാണട്ടെ. ഓഹോ, എന്താ രഹസ്യം ഇതിനകത്ത്? ഹോ, ഒരു സ്കൂള്, ഒരു സൈക്കിള്, ഒരു പുസ്തകം, അങ്ങോട്ട് കയറാൻ കവാടം. ഇതൊക്കെ കുട്ടം വരച്ചതാണോ? കൺഗ്രാജുലേഷൻ. എല്ലാ അഭിനന്ദനങ്ങളും തരികയാണ് കേട്ടോ. അപ്പോൾ ഈ സ്കൂളിൽ പഠിച്ച് സൈക്കിളിൽ പോയി പഠിക്കണം, എന്നിട്ട് ഈ പുസ്തകമെല്ലാം വായിച്ച് പഠിക്കണം. അപ്പം നമുക്ക് വലിയ ആളാണ് കേട്ടോ. ആ ഒരു ഒറ്റ കാര്യമുണ്ട്, കാലിലെ കമ്പിയില്ലേ അത് ഊരിക്കളഞ്ഞിട്ട് സുന്ദരമായിട്ട് സൈക്കിൾ ചവിട്ടി ഈ പള്ളിക്കൂടത്തിൽ പോയി പഠിച്ച് ആരാകണം? വലിയ ആളാകണം കേട്ടോ. ദൈവം അനുഗ്രഹിക്കും കുഞ്ഞിനെ. ധൈര്യമായിട്ടിരിക്കുക കേട്ടോ മോനെ. നാളെ ഇതുപോലെ ആരോരുമില്ലാത്ത ഒരു കുട്ടിയും നിങ്ങളുടെ മുന്നിൽ വരാതിരിക്കട്ടെ. ഇനി അഥവാ വന്നാൽ തന്നെ നിങ്ങളുടെ കൈകളും സാമൂഹ്യ ബോധവും അവർക്കൊരു തണലായി മാറട്ടെ.